ദുബായിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ 400 ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ കൂടി നിർമ്മിക്കാൻ RTA കരാർ നൽകി. രണ്ടാം ഘട്ട ബസ് ഷെൽട്ടർ പദ്ധതിയുടെ ഭാഗമായാണ് RTA കൂടുതൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ നിർമ്മിക്കുന്നത്. 2017 അവസാനത്തോടെ ഇവയുടെ നിർമ്മാണം പൂർത്തിയാകും. അതോടെ ദുബായിൽ മൊത്തം ബസ് ഷെൽട്ടറുകളുടെ എണ്ണം 1295 ആകുമെന്ന് RTA അധികൃതർ അറിയിച്ചു. പുതുതായി നിർമ്മിക്കുന്നവയിൽ 50 എണ്ണം സ്മാർട്ട് ഷട്ടറുകൾ ആയിരിക്കും. സൗജന്യ ഇന്റർനെറ്റ് കണക്ഷനും AC-യും ഭക്ഷ്യവസ്തുക്കൾ ലഭിക്കുന്ന സ്മാർട്ട് കഫേയും ഇതിലുണ്ടാകും. നോൾ കാർഡുകളും ഡു കാർഡുകളും റീചാർജ് ചെയ്യാനും സർക്കാർ ബില്ലുകൾ അടയ്ക്കാനും സൗകര്യമുണ്ടാകുമെന്ന് അധികൃതർ വ്യക്തമാക്കി. സീഷൽ ഇവന്റ്സ് ഒരുക്കുന്ന ഇൻഡോ അറബ് കൾച്ചറൽ ഫെസ്റ്റ് ഡിസംബർ 4-ന് ദുബായ് മോഡൽ സ്കൂൾ അങ്കണത്തിൽ നടക്കും. CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് 5 മണി മുതൽ രാത്രി 9:30 വരെയാണ് പരിപാടി. കേരളത്തിന്റെ തനത് കലാരൂപങ്ങളും അറബിക് കലാരൂപങ്ങളും ഫെസ്റ്റിൽ അണിനിരക്കും. കുവൈറ്റിൽ അലക്ഷ്യമായി മാലിന്യങ്ങൾ വലിച്ചെറിയുന്നവർക്ക് 250 കുവൈറ്റി ദിനാർ പിഴ ഈടാക്കും. ഇതിനായി നിയമ ഭേദഗതി ഉടൻ ഉണ്ടാകുമെന്ന് ജലവൈദ്യുതി മന്ത്രാലയം അണ്ടർ സെക്രട്ടറി മുഹമ്മദ് ബൂഷഹരി അറിയിച്ചു. വീടുകളിൽ നിന്നുള്ള മാലിന്യമാണ് കുവൈറ്റ് നേരിടുന്ന പ്രധാന വെല്ലുവിളികളിൽ ഒന്ന്. കുവൈറ്റിൽ ശരാശരി ഒരു പൗരൻ ആഴ്ചയിൽ ഉൽപ്പാദിപ്പിക്കുന്ന മാലിന്യത്തിന്റെ അളവ് 7 കിലോഗ്രാമാണ്. ഒരു മാസം കുവൈറ്റിൽ മൊത്തം 4000 ടൺ മാലിന്യം കുമിഞ്ഞു കൂടുന്നുണ്ടെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. ഇക്കാര്യം ഗൗരവത്തിലെടുക്കേണ്ടതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മിഡിൽ ഈസ്റ്റിലെ പ്രമുഖ ഹെൽത്ത് കെയർ ഗ്രൂപ്പായ അസ്റ്റർ മെഡിക്കൽ സെന്റർ 7 പുതിയ ക്ലിനിക്കുകൾ കൂടി ആരംഭിച്ചു. അസ്റ്റർ DM ഹെൽത്ത് കെയർ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ ആസാദ് മൂപ്പനും UAE സാമൂഹികാര്യ വകുപ്പ് മന്ത്രി മറിയം മുഹമ്മദ് ഖൽഫാൻ അൽ റൂമിയും ചേർന്നാണ് പുതിയ ക്ലിനിക്കുകൾ ഉദ്ഘാടനം ചെയ്തത്. പുതിയ 7 ക്ലിനിക്കുകൾ രാജ്യത്തിന്റെ ഐക്യത്തിനു വേണ്ടിയും രാജ്യത്തെ വിഭിന്ന ദേശക്കാരായ ജനങ്ങളുടെ ക്ഷേമത്തിനു വേണ്ടിയുമാണ് നിലകൊള്ളുന്നതെന്ന് ഡോക്ടർ ആസാദ് മൂപ്പൻ അബുദാബി, ദുബായ് മറീന, അൽ ബർഷ, അറേബ്യൻ റാഞ്ചേഴ്സ്, അൽ ഖൈൽ, അബുഹൈൽ, അൽ ഖിസൈസ് എന്നിവിടങ്ങളിലാണ് പുതിയ ക്ലിനിക്കുകൾ. UAE ദേശീയ ദിനത്തോടനുബന്ധിച്ച് സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായി അസ്റ്റർ UAE നിവാസികൾക്ക് ഒരു വർഷം 1000 മണിക്കൂർ സൗജന്യ ചികിത്സ നൽകുമെന്ന് അസ്റ്റർ DM ഹെൽത്ത് കെയർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ അലീഷ മൂപ്പൻ അറിയിച്ചു. ദമാം കാലിക്കറ്റ് എയർപോർട്ട് യൂസേഴ്സ് ഫോറം രക്ഷാധികാരിയായി മുൻ പാർലമെന്റ് അംഗം വിജയരാഘവനെ തെരഞ്ഞെടുത്തതായി ഭാരവാഹികൾ അറിയിച്ചു. ഹ്രസ്വ സന്ദർശനാർത്ഥം ദമാമിലെത്തിയ വിജയരാഘവനുമായി ഫോറം ചെയർമാൻ അഹമ്മദ് പുളിക്കിൽ ചർച്ച നടത്തിയതിനെ തുടർന്നാണ് രക്ഷാധികാരിയായി പ്രഖ്യാപിച്ചത്. കോഴിക്കോട് എയർപോർട്ട് നിലനിർത്താനുള്ള പരിശ്രമത്തിൽ മുൻപന്തിയിലുണ്ടാകുമെന്ന് വിജയരാഘവൻ ഫോറം ഭാരവാഹികളെ അറിയിച്ചു. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി അധികാരത്തിൽ വരികയാണെങ്കിൽ കോഴിക്കോട് എയർപോർട്ടിന് ആവശ്യമായ ഭൂമി ഏറ്റെടുത്ത് നൽകുമെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം വിജയരാഘവൻ അറിയിച്ചു. ദമാം കാലിക്കറ്റ് എയർപോർട്ട് യൂസേഴ്സ് ഫോറം ചെയർമാൻ അഹമ്മദ് പുളിക്കലുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് നവോദയ കിഴക്കൻ പ്രവിശ്യ കമ്മിറ്റി സംഘടിപ്പിച്ച യോഗത്തിൽ വിജയരാഘവൻ നിലപാട് തുറന്ന് പ്രഖ്യാപിച്ചത്. കഴിഞ്ഞ 5 വർഷം കോഴിക്കോട് എയർപോർട്ടിന് വേണ്ടി 1 ഇഞ്ച് ഭൂമി കണ്ടെത്താൻ കഴിയാത്ത ഉമ്മൻചാണ്ടിയുടെ ഭരണമാണ് കോഴിക്കോട് എയർപോർട്ട് ഇന്നത്തെ പ്രതിസന്ധിയിൽ ആയ നിലയിലെത്തിയതെന്നും വിജയരാഘവൻ കൂട്ടിച്ചേർത്തു. നവോദയ ബാലവേദി ദമാം അൽറാബി യൂണിറ്റ് സംഘടിപ്പിച്ച കുട്ടികളുടെ പാർലമെന്റ് മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ വിജ്ഞാനപ്രദമായി. റിപ്പോർട്ടിലേക്ക്. പാഠപുസ്തകങ്ങളിൽ നിന്നും സുപരിചിതമല്ലാത്ത ജനാധിപത്യത്തിന്റെ ശ്രീകോവിൽ എന്നറിയപ്പെടുന്ന പാർലമെന്റും അതിലെ നടപടിക്രമങ്ങളും 5ാം ക്ലാസ് മുതൽ +2 വരെയുള്ള കുട്ടികൾ ആവിഷ്കരിച്ചപ്പോൾ അതൊരു വേറിട്ട അനുഭവമായി മാറി. ബദൽ അൽറബി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തപ്പെട്ട ചിൽഡ്രൻസ് ഫെസ്റ്റിലാണ് കുട്ടികളുടെ പാർലമെന്റ് നടന്നത്. ഇലക്ട്രോണിക് മാധ്യമങ്ങളുടെ അമിതോപയോഗം കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടാക്കുന്ന വിള്ളലുകൾ വരച്ചുകാട്ടുന്നതായി ഒരു ഇലക്ട്രോണിക് കുടുംബം എന്ന ഹ്രസ്വ നാടകം ഓർമ്മിപ്പിച്ചു. മതങ്ങളുടെയും ഭാഷകളുടെയും വൈവിധ്യമാർന്ന നിറപ്പകർച്ചകളെ സമന്വയിപ്പിക്കുന്ന ഈരടികളുടെ പശ്ചാത്തലത്തിൽ പെൺകുട്ടികൾ അവതരിപ്പിച്ച ദേശഭക്തി നൃത്തം ഭാരതത്തിന്റെ ബഹുസ്വരത വിളിച്ചോതി. മലയാളവും തമിഴും മറാഠിയും പഞ്ചാബിയും ഒന്നും വേറെ വേറെ അല്ലെന്നും എല്ലാവരും ഒരൊറ്റ ഇന്ത്യക്കാരാണെന്നും വിളംബരം നടത്തി കുരുന്നുകൾ അവതരിപ്പിച്ച ആംഗ്യപ്പാട്ട് നിറഞ്ഞ കൈയടികളോടെയാണ് സദസ് ഏറ്റെടുത്തത്. ബാലവേദി കൺവീനർ മീനു മോഹൻദാസിന്റെ ആമുഖത്തോടുകൂടിയാണ് പരിപാടികൾ ആരംഭിച്ചത്. നിതിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങ് ദമാം ഇന്ത്യൻ സ്കൂൾ വിദ്യാർത്ഥിനിയും സൗദി അറേബ്യയിലെ 9 പ്രമുഖ സ്കൂളുകൾ പങ്കെടുത്ത ഡിബേറ്റ് മത്സരത്തിൽ 1ാം സ്ഥാനം നേടുകയും ചെയ്ത ആനിസ് ട്രീസ തോമസ് ഉദ്ഘാടനം ചെയ്തു. ഹരിപ്രിയ സുധീഷ്, യദു രഞ്ജിത്ത്, ആദിൽ ഷാജു, രാഷ ഖാൻ, സിന്ധു സുരേഷ് തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ ദമാം. തബൂക്ക് ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂളിന്റെ വാർഷികാഘോഷം റിയാദ് ഇന്ത്യൻ എംബസി DGM ഹേമന്ത് കോട്ടാൽ ഉദ്ഘാടനം ചെയ്തു. CG ജിദ്ദ കോൺസുൽ ജനറൽ മുഹമ്മദ്
റാഗിബ് ഖുറൈഷി മുഖ്യാതിഥിയായിരുന്ന ചടങ്ങിൽ വിദ്യാഭ്യാസ മന്ത്രാലയം പ്രതിനിധി മുഹമ്മദ് അൽ ജഹ്നി, സ്കൂൾ ചെയർമാൻ ഡോക്ടർ മിറാജ് അലി ഖാൻ, സാബു ഹബീബ്, അബൂബക്കർ അബ്ദുൽ അസീസ്, ഡോക്ടർ അബ്ബാസ് അഹമ്മദ്, അബ്ദുൽ ഖാലിദ് തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിച്ചു. CBSE പരീക്ഷയ്ക്ക് ഉന്നത മാർക്ക് വാങ്ങി വിജയിച്ച കുട്ടികൾക്ക് അവാർഡും മെഡലുകളും വിതരണം ചെയ്തു. തുടർന്ന് കലാകായിക മത്സരങ്ങളിൽ വിജയിച്ചവർക്കും സമ്മാന വിതരണം നടത്തി. വിദ്യാർത്ഥിനികളുടെ വർണ്ണാഭമായ കലാപരിപാടികൾ ആഘോഷത്തിന് മിഴിവേകി. കഴിഞ്ഞ UPA സർക്കാർ കൊണ്ടുവന്ന പ്രവാസികൾക്കുള്ള സമ്മതിദാനാവകാശം വിനിയോഗിക്കുവാനുള്ള നിയമത്തെ ഇപ്പോഴത്തെ BJP സർക്കാർ മരവിപ്പിച്ചിരിക്കുകയാണെന്നും ഇതിനെതിരെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ പ്രവാസി സംഘടനകളും ഒറ്റക്കെട്ടായി ശബ്ദിക്കണമെന്നും OICC സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് കുഞ്ഞികുമ്പിള ആവശ്യപ്പെട്ടു. ബത്ത ഹാഫ് മൂണിൽ വെച്ച് നടന്ന OICC കോഴിക്കോട് ജില്ലാ റിയാദ് കമ്മിറ്റി സംഘടിപ്പിച്ച ഓൺലൈൻ വോട്ടേഴ്സ് രജിസ്ട്രേഷൻ ക്യാമ്പയിൻ അഹമ്മദ് കുട്ടിയുടെ പേര് ചേർത്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കരീം കൊടുവള്ളി അധ്യക്ഷത വഹിച്ചു. ആലപ്പുഴ നിവാസികളുടെ പ്രവാസി കൂട്ടായ്മ ഈസ്റ്റ് വെനീസ് അസോസിയേഷൻ 4ാം വാർഷികം വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കുന്നു. ഡിസംബർ 4 വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് 3:30 ഷിഫ അൽ ജസീറ ഓഡിറ്റോറിയത്തിൽ വിവിധ പരിപാടികൾ അരങ്ങേറും. സാംസ്കാരിക സമ്മേളനം, ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി കവിതാ പാരായണ മത്സരം, ഗാനമേള, കലാപരിപാടികൾ, കുടുംബസംഗമം എന്നിവയും ഉണ്ടാകും. പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ സംഘാടകരുമായി ബന്ധപ്പെടണം. UAEയുടെ 44ാമത് ദേശീയ ദിനത്തോടനുബന്ധിച്ച് പ്രശസ്ത വാച്ച് നിർമ്മാതാക്കളായ ടൈറ്റാൻ സ്പെഷ്യൽ ലിമിറ്റഡ് എഡിഷൻ വാച്ചുകൾ പുറത്തിറക്കി. UAEയുടെ ദേശീയ പതാകയുടെ നിറങ്ങൾ പതിച്ച വാച്ചുകളാണ് ടൈറ്റാൻ പുതിയതായി അവതരിപ്പിച്ചിരിക്കുന്നത്. UAE യുവജന സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി ഷെയ്ഖ് നെഹ്യാൻ ബിൽ മുബാറക് അൽ നെഹ്യാൻ ടൈറ്റാന്റെ ലിമിറ്റഡ് എഡിഷന്റെ പ്രകാശന കർമ്മം നിർവഹിച്ചു. ടൈറ്റാൻ കമ്പനി മാനേജിംഗ് ഡയറക്ടർ ഭാസ്കർ ഭട്ട്, നിതാ ഭൂഷൺ, കോൺസുലേറ്റ് ജനറൽ അനുരാഗ് ഭൂഷൺ തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിച്ചു. ദേശീയദിനത്തിന്റെ ഭാഗമായി 300 സ്പെഷ്യൽ ലിമിറ്റഡ് എഡിഷൻ വാച്ചുകളാണ് ടൈറ്റാൻ പുറത്തിറക്കിയിരിക്കുന്നതെന്നും UAEയിലെ വിവിധ എമിറേറ്റുകളിലെ ടൈറ്റാന്റെ 40ഓളം ഔട്ട്ലെറ്റുകളിൽ പുതിയ വാച്ച് ലഭ്യമാകുമെന്നും ഗ്രൂപ്പ് അധികൃതർ അറിയിച്ചു. UAE 44ാം ദേശീയ ദിനാഘോഷ ഭാഗമായി ഇന്ത്യയുടെ ബജറ്റ് എയർലൈനായ സ്പൈസ് ജെറ്റ് ദുബായിൽ നിന്ന് ഇന്ത്യയിലേക്ക് പ്രത്യേക നിരക്കുകൾ പ്രഖ്യാപിച്ചു. ദുബായിൽ നിന്ന് കൊച്ചി, കോഴിക്കോട്, മുംബൈ റൂട്ടുകളിൽ ഇപ്പോൾ നികുതികൾക്ക് പുറമെ 244 ദിർഹമിൽ ആരംഭിക്കുന്ന പ്രത്യേക നിരക്കിൽ സ്പൈസ് ജെറ്റിൽ യാത്ര ചെയ്യാമെന്ന് സ്പൈസ് ജെറ്റ് അധികൃതർ ദുബായിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പ്രത്യേക നിരക്കാണിതെന്നും ഇതിനു പുറമെ ദുബായിൽ നിന്നും വിവിധ ഇന്ത്യൻ നഗരങ്ങളിലേക്ക് കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുമെന്നും ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ അജയ് സിംഗ് വ്യക്തമാക്കി. ഡിസംബർ 3 അർദ്ധരാത്രി വരെ ബുക്ക് ചെയ്യുന്നവർക്ക് 300 ദിർഹമിൽ താഴെയുള്ള നിരക്കിന് ദുബായിൽ നിന്ന് ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യാനാകും. നൌഷാദിന്റെ മരണത്തെയും വർഗീയവൽക്കരിച്ച് വെള്ളാപ്പള്ളി നടേശൻ. മുസ്ലിം ആയതുകൊണ്ടാണ് നൌഷാദിന്റെ കുടുംബത്തിന് സഹായം എത്തിയതെന്ന് വെള്ളാപ്പള്ളി നടേശൻ അഭിപ്രായപ്പെട്ടു. മുസ്ലിമായി മരിക്കാൻ കൊതിയാകുന്നുവെന്നും വെള്ളാപ്പള്ളി കൂട്ടിച്ചേർത്തു. വല്ല അപകടം വന്ന് മരിക്കുന്നത് മുസ്ലിമായിട്ട് മരിക്കുന്നത് എന്നാലേ ഗുണമുള്ളൂ. അത് തമാശല്ല. ഈയിടെ നിങ്ങൾ കണ്ടുകൊണ്ട് നമ്മുടെ പള്ളിക്കൂടത്തിൽ പഠിക്കുന്ന കുട്ടികൾ കഴിഞ്ഞ ദിവസം സ്റ്റേറ്റ് ഹാൻഡ്ബോൾ മത്സരത്തിന് പോയി 3 കുട്ടികൾ മരിച്ചുപോയി. എന്നാൽ കഴിഞ്ഞ ദിവസം മാൻഹോൾ പൂർത്തിയാക്കുന്നതിനിടയിൽ ഒരു നൗഷാദ് മരിച്ചുപോയി. ആ നൗഷാദ് എന്താ കൊടുത്തത്? 10 ലക്ഷം കൊടുത്ത് വീട്ടിൽ ജോലിയെ കൊടുത്തു. ഇവിടെ ജാതിയില്ല മതയില്ലെന്ന് വളർത്തുന്നില്ലേ? മരിക്കണമെന്ന് മുസ്ലിമായിട്ട് വെള്ളാപ്പള്ളി നടേശന് വർഗീയ ഭ്രാന്താണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. നൌഷാദിനെ അപഹസിച്ച പ്രസ്താവനയിലൂടെ ചങ്ങലക്കിടേണ്ട വർഗീയ ഭ്രാന്താണ് തനിക്കെന്ന വിളംബരമാണ് വെള്ളാപ്പള്ളി നടത്തിയത്. വർഗീയ വിഷം ചീറ്റുന്നതിൽ വെള്ളാപ്പള്ളി RSSനോടും ശിവസേനയോടും മത്സരിക്കുകയാണ്. കേരള സംസ്കാരത്തെ അപമാനിക്കുന്ന ഇത്തരം പ്രസ്താവനകളിലൂടെ മനുഷ്യസ്നേഹമെന്ന വികാരത്തെയാണ് വെള്ളാപ്പള്ളി മലിനമാക്കിയതെന്നും കോടിയേരി പ്രസ്താവനയിൽ വ്യക്തമാക്കി. വെള്ളാപ്പള്ളി നടേശനെതിരെ VM സുധീരൻ. കേരള തൊഗാഡിയാണ് വെള്ളാപ്പള്ളി എന്ന് VM സുധീരൻ അഭിപ്രായപ്പെട്ടു. തൊഗാഡിയായുടെ ശൈലിയാണ് ഇപ്പോൾ വെള്ളാപ്പള്ളിയുടേത്. കേരള തൊഗാഡിയായി മാറാനാണ് ഇപ്പോൾ അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കാര്യത്തിൽ നല്ല പുരോഗതി അദ്ദേഹം കൈവരിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. വെള്ളാപ്പള്ളി നടേശൻ ഇന്നലെ എന്നെ വിമർശിച്ച് നടത്തിയ പരാമർശം
ആ വിശേഷണ പദങ്ങളൊക്കെ ഏറ്റവും അർഹിക്കുന്നത് അവകാശപ്പെട്ടത് അദ്ദേഹത്തിന് തന്നെയാണ്. വെള്ളാപ്പള്ളി നടേശൻ പ്രതിയായ ആൾമാറാട്ട കേസിൽ തമിഴ്നാട് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം അന്തിമഘട്ടത്തിലേക്ക്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം FIR രജിസ്റ്റർ ചെയ്ത കേസിന്റെ അന്വേഷണ റിപ്പോർട്ട് ഉടൻ തിരുനെൽവേലി മജിസ്ട്രേറ്റിന് സമർപ്പിക്കും. SNDP യോഗത്തിന്റെ പേരിൽ തമിഴ്നാട്ടിലെ തെങ്കാശി ജില്ലയിൽ എഞ്ചിനീയറിംഗ് കോളേജ് ആരംഭിക്കുന്നതിനായി ഭൂമി വാങ്ങിയതുമായി ബന്ധപ്പെട്ട് നടന്ന ക്രമക്കേടുകളിലെ അന്വേഷണമാണ് അന്തിമഘട്ടത്തിലേക്ക് നീങ്ങുന്നത്. 1999 വാങ്ങിയ 14.93 ഏക്കർ സ്ഥലത്തിന്റെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് നടന്ന ആൾമാറാട്ടത്തിൽ കൊല്ലം SNDP യൂണിയൻ കൗൺസിലറായിരുന്ന N ധനേശൻ 2005 നൽകിയ പരാതിയിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശനെ ഒന്നാം പ്രതിയാക്കി FIR രജിസ്റ്റർ ചെയ്ത കേസിൽ RK ദാസാണ് രണ്ടാം പ്രതി. സ്ഥലം രജിസ്റ്റർ ചെയ്യുമ്പോൾ വിദേശത്തായിരുന്ന ഉടമകൾക്ക് പകരം ദാസിന്റെ ആശുപത്രിയിലെ ജീവനക്കാരെ ഉടമകളാക്കി തെറ്റിദ്ധരിപ്പിച്ചാണ് രജിസ്ട്രേഷൻ നടത്തിയത്. ദാസിന്റെ ബന്ധുക്കളും സ്ഥല ഉടമകളുമായ തൃശൂർ സ്വദേശികൾ ഈ സമയത്ത് വിദേശത്തായിരുന്നുവെന്നത് ഇവരുടെ പാസ്പോർട്ട് പരിശോധിച്ച് ക്രൈംബ്രാഞ്ച് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ശ്രീനാരായണ ധർമ്മവിധി സംസ്ഥാന വൈസ് ചെയർമാൻ KK പുഷ്പാങ്കദൻ. ഈ വെള്ളാപ്പള്ളി നടേശൻ്റെ അനുചരൻ മുകുന്ദനും രഞ്ജിനിയും ഈ സമയത്ത് കേരളത്തിൽ വന്നിട്ടില്ലെന്നും ഇത് വെള്ളാപ്പള്ളി നടേശൻ്റെ അനുചരൻ RK ദാസിൻ്റെ ഹോസ്പിറ്റലുള്ള 2 സ്റ്റാഫിനെ കൊണ്ടുപോയി വ്യാജമായി മുകുന്ദനും രഞ്ജിനിയും ആണെന്ന പേരിൽ കയ്യൊപ്പിട്ട് ആധാരം നടത്തി പോരുകയാണെന്ന് പിന്നെ നമ്മൾ അറിയണത്. ആൾമാറാട്ടം നടത്തുകയും സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ഫോർജറി കൃത്രിമ രേഖ ചമച്ചതായും വളരെ വ്യക്തമായി ആ FIR-നകത്ത് എഴുതിയിട്ടുണ്ട്. കേസ് വെള്ളാപ്പള്ളി നടേശൻ ശിക്ഷിക്കപ്പെടും എന്നതിനാണ് ഞങ്ങൾക്ക് വിശ്വാസമുള്ളത്. സാമ്പത്തിക നേട്ടമുണ്ടാക്കാൻ SNDP-യുടെ പേരിൽ കൃത്രിമ രേഖ ചമച്ച് ആൾമാറാട്ടം നടത്തിയ കേസിൽ ജാമ്യമില്ലാ വകുപ്പുകളാണ് എടുത്തിട്ടുള്ളത്. അന്വേഷണ റിപ്പോർട്ട് വൈകാതെ തിരുനെൽവേലി കോടതിയിൽ സമർപ്പിക്കും. ദിലീപ് ഗോപിക്കൊപ്പം ഇടുക്കിയിൽ നിന്ന് സമീർ വഴങ്ങോട്. പീപ്പിൾ ബിഗ് ബ്രേക്കിംഗ്. ബാർ ലൈസൻസ് ഫീസ് കുറച്ചത് മന്ത്രി K ബാബുവിന്റെ ഇടപെടലിനെ തുടർന്ന് ടാക്സ് സെക്രട്ടറിയുടെ മൊഴി. ലൈസൻസ് ഫീസ് 25 ലക്ഷമാക്കി ഉയർത്തണമെന്ന ശുപാർശ 23 ലക്ഷമാക്കി നിജപ്പെടുത്താൻ മന്ത്രി നിർദ്ദേശിച്ചു. ബാർ ഉടമകളുടെ താൽപര്യം സംരക്ഷിക്കാൻ K ബാബു നടത്തിയ ഇടപെടൽ മൊഴിയിൽ വ്യക്തമാകുന്നു. അന്വേഷണത്തിന്റെ പ്രാഥമിക ഘട്ടത്തിൽ നികുതി വകുപ്പ് സെക്രട്ടറി അജിത് കുമാർ വിജിലൻസിന് നൽകിയ മൊഴിയാണ് പുറത്തു വന്നത്. നിലവിലുള്ള 22 ലക്ഷം രൂപയിൽ നിന്ന് 25 ലക്ഷമായി ബാർ ലൈസൻസ് ഫീ ഉയർത്തണമെന്ന് എക്സൈസ് കമ്മീഷണർ ശുപാർശ നൽകിയിരുന്നുവെന്ന് മൊഴിയിൽ പറയുന്നു. മന്ത്രി K ബാബുവിന്റെ നിർദ്ദേശപ്രകാരമാണ് ഫീസ് 23 ലക്ഷമായി നിജപ്പെടുത്തിയത്. ബാറുകളുടെ പ്രവർത്തന സമയത്തിൽ 3 മണിക്കൂർ കുറവ് വരുത്തിയിരുന്നു. ഇതിനനുസൃതമായി വിൽപ്പന നിരക്കിൽ വന്ന കുറവ് പരിഗണിക്കണമെന്നാണ് മന്ത്രി നിർദ്ദേശിച്ചത്. തുടർന്ന് എക്സൈസ് കമ്മീഷണറുടെ നിർദ്ദേശം ഭേദഗതി ചെയ്ത് ലൈസൻസ് ഫീസ് 23 ലക്ഷമായി കുറയ്ക്കുകയായിരുന്നു. കമ്മീഷണർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ മന്ത്രിയുടെ നിർദ്ദേശത്തെ എതിർത്തില്ലെന്നും ടാക്സ് സെക്രട്ടറിയുടെ മൊഴിയിൽ പറയുന്നു. ലൈസൻസ് ഫീസ് കുറയ്ക്കണമെന്ന ബാറുടമകളുടെ താൽപര്യം സംരക്ഷിക്കാൻ K ബാബു നടത്തിയ ഇടപെടൽ മൊഴിയിൽ വ്യക്തമാണ്. സുപ്രധാനമായി ഈ തെളിവ് അവഗണിച്ചാണ് വിജിലൻസ് കേസ് എഴുതി തള്ളിയത്. MR സജേഷ്, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ബാർ ഉടമകളുമായി നടത്തിയ പ്രീ ബജറ്റ് ചർച്ചയിൽ ലൈസൻസ് ഫീ ഉയർത്തുമെന്ന് അറിയിച്ചതായി ബാബുവിന്റെ മൊഴി. മന്ത്രി K ബാബു വിജിലൻസിന് നൽകിയ മൊഴിയുടെ പകർപ്പ് പീപ്പിൾ TV പുറത്തുവിട്ടു. 25 ലക്ഷം രൂപയാക്കി ഉയർത്തുമെന്ന എക്സൈസ് കമ്മീഷണറുടെ ശുപാർശ ബാർ ഉടമകളെ അറിയിച്ചുവെന്നാണ് ബാബുവിന്റെ മൊഴി. ബാർ ലൈസൻസ് ഫീസ് ഉയർത്തുമെന്ന പ്രതീതിയുണ്ടാക്കി എക്സൈസ് മന്ത്രി K ബാബു കോഴ വാങ്ങിയെന്നാണ് ബിജു രമേശിന്റെ പരാതി. ബാർ ലൈസൻസ് ഫീസ് ഉയർത്തുമെന്ന് ബാറുടമകളുടെ യോഗത്തിൽ പറഞ്ഞതായി K ബാബുവിന്റെ മൊഴിയിലും പരാമർശമുണ്ട്. മൊഴിയിലെ പരാമർശങ്ങൾ ഇങ്ങനെയാണ്. 2013 ഫെബ്രുവരി 4-ാം തീയതി ബാറുടമകളുടെ പ്രീ ബജറ്റ് യോഗം ചേംബറിൽ വെച്ച് ചേർന്നു. ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. 7 വർഷമായി ബാർ ലൈസൻസ് ഫീസ് ഉയർത്തിയിട്ടില്ലാത്ത സാഹചര്യത്തിൽ ലൈസൻസ് ഫീ 25 ലക്ഷമാക്കി ഉയർത്തുമെന്ന് യോഗത്തിൽ പറഞ്ഞു. എക്സൈസ് കമ്മീഷണറുടെ ശുപാർശയാണ് ബാറുടമകളെ അറിയിച്ചത്. തുക കുറയ്ക്കണമെന്ന് ബാറുടമകൾ ആവശ്യപ്പെട്ടെങ്കിലും ഒരു പൈസ പോലും കുറയ്ക്കില്ലെന്ന് ഞാൻ കട്ടായം പറഞ്ഞു. എക്സൈസ് കമ്മീഷണർ അനിൽ സേവ്യറുടെ മൊഴിയിലും മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ചേർന്ന യോഗമെന്ന പരാമർശമുണ്ട്. ബാർ ഹോട്ടലുകളുടെ ലൈസൻസ് ഫീസ് 2007 ശേഷം വർദ്ധിപ്പിച്ചിട്ടില്ലെന്നും അതുകൊണ്ട് വർധനവ് അനിവാര്യമാണെന്ന് മന്ത്രി അറിയിച്ചുവെന്നുമാണ് കമ്മീഷണറുടെ മൊഴി. 2 മൊഴികളും ബിജു രമേശിന്റെ ആരോപണത്തിൽ ഉന്നയിക്കുന്ന സാഹചര്യങ്ങളെ സാധൂകരിക്കുന്നു. അന്വേഷണ ഘട്ടത്തിൽ നൽകിയ ഈ മൊഴികൾ പരിഗണിക്കാതെ കേസ് എഴുതിത്തള്ളുന്ന നടപടിയാണ് വിജിലൻസിന്റെ മധ്യമേഖലാ യൂണിറ്റ് സ്വീകരിച്ചത്. MR സജേഷ്, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ബജറ്റ് ദിവസത്തിൽ നിയമസഭയിലുണ്ടായ സംഭവങ്ങളുടെ പേരിൽ 6 പ്രതിപക്ഷ MLA-മാർക്കെതിരെ കേസെടുത്തു. 2 ലക്ഷം രൂപയുടെ പൊതുമുതൽ നശിപ്പിച്ചെന്ന് കാണിച്ച് ക്രൈംബ്രാഞ്ചാണ് കേസെടുത്തത്. MLA-മാരായ V ശിവൻകുട്ടി, CK സദാശിവൻ, EP ജയരാജൻ, K അജിത്, കുഞ്ഞഹമ്മദ് മാസ്റ്റർ, KT ജലീൽ എന്നിവർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. ബാർക്കോഴ ആരോപണ വിധേയനായ K എം മാണിയെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിൽ നിന്ന് തടയണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം നടത്തിയ പ്രതിഷേധത്തിലാണ് 6 MLA-മാരെ പ്രതിയാക്കി ക്രൈംബ്രാഞ്ച് FIR സമർപ്പിച്ചത്. തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതിയിലാണ് FIR സമർപ്പിച്ചിരിക്കുന്നത്. നിയമസഭാ സെക്രട്ടറി നൽകിയ പരാതിയെ തുടർന്നാണ് MLA-മാരെ പ്രതി ചേർത്ത് കേസെടുത്തത്.
പ്രതിപക്ഷ MLA-മാരായ EP ജയരാജൻ, KT ജലീൽ, K അജിത്, V ശിവൻകുട്ടി, കുഞ്ഞാമത് മാസ്റ്റർ, CK സദാശിവൻ എന്നിവരാണ് കേസിലെ പ്രതികൾ. നിയമസഭയിലെ വസ്തുവകകൾ നശിപ്പിച്ച സംഭവത്തിൽ 2 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി FIR-ൽ പറയുന്നു. നേരത്തെ ലോക്കൽ പോലീസ് അന്വേഷിച്ച കേസ് പിന്നീട് ക്രൈംബ്രാഞ്ചിന് കൈമാറുകയായിരുന്നു. ഇതേ ദിവസം വനിതാ MLA-മാരെ അപമാനിച്ചു എന്ന പരാതിയിൽ പോലീസ് നേരത്തെ കേസെടുക്കാൻ വിമുഖത കാണിച്ചിരുന്നു. എന്നാൽ കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്ന് K ശിവദാസൻ നായർ, AT ജോർജ്, MA വാഹിദ്, ഡൊമിനിക് പ്രസന്റേഷൻ എന്നീ MLA-മാർക്കെതിരെ പിന്നീട് കേസെടുത്തെങ്കിലും ഇതിൽ കാര്യമായ അന്വേഷണം നടത്തുന്നതുമില്ല. ഈ സാഹചര്യത്തിലാണ് പ്രതിപക്ഷ MLA-മാരെ പ്രതിയാക്കി പോലീസ് FIR സമർപ്പിച്ചിരിക്കുന്നത്. നാളെ സഭാ സമ്മേളനം ആരംഭിക്കുന്നതിനാൽ പ്രതിപക്ഷ MLA-മാരെ പ്രതി ചേർത്ത സംഭവം സഭയെ പ്രക്ഷുബ്ധമാക്കിയേക്കും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ആഗോളതാപനം നിയന്ത്രിക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായി UN കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടി നാളെ പാരീസിൽ ആരംഭിക്കും. അന്തരീക്ഷത്തിലേക്ക് ഉയരുന്ന ഹരിതഗൃഹവാതകങ്ങളുടെ അളവ് ഗണ്യമായ തോതിൽ കുറയ്ക്കുക എന്നതാണ് ഉച്ചകോടിയുടെ പ്രധാന ലക്ഷ്യം. നിഷേധാത്മക നിലപാട് കൈക്കൊള്ളുന്ന വികസിത രാജ്യങ്ങൾക്കെതിരെ പാരീസിനകത്തും പുറത്തും പ്രതിഷേധം ശക്തമാവുകയാണ്. കോൺഫറൻസിൽ പീപ്പിൾ TV കോർഡിനേറ്റിംഗ് എഡിറ്റർ K രാജേന്ദ്രനും പങ്കെടുക്കും. കാലാവസ്ഥാ ഉച്ചകോടികൾ ആഗോളതാപനത്തിന്റെ മുഖ്യ സൃഷ്ടാക്കളായ വികസിത രാജ്യങ്ങളുടെ വികല നയങ്ങൾക്കെതിരെയുള്ള പ്രതിഷേധ വേദികൾ കൂടിയാണ്. എന്നാൽ അടുത്തിടെ പാരീസിലുണ്ടായ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രതിഷേധ പ്രകടനങ്ങൾക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഫ്രാൻസിലെ പ്രമുഖരായ 24 പരിസ്ഥിതി പ്രവർത്തകരെ കരുതൽ തടങ്കലിൽ പാർപ്പിച്ചിരിക്കുകയാണ്. പ്രതിഷേധ പരിപാടികളിൽ പങ്കെടുക്കാൻ കഴിയാത്ത 10,000-ഓളം പേർ തങ്ങളുടെ ചെരുപ്പും ഷൂസും പാരീസിലേക്ക് അയച്ചുകൊടുത്ത് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ഇവ തെരുവുകളിൽ നിരത്തിവെച്ച് നടത്തിയ വ്യത്യസ്തമായ പ്രതിഷേധം ശ്രദ്ധേയമായി. മാനവരാശിക്ക് തന്നെ ഭീഷണിയാവുന്ന ആഗോളതാപനം എങ്ങനെ നിയന്ത്രിക്കുമെന്നതാണ് തിങ്കളാഴ്ച ആരംഭിക്കുന്ന കാലാവസ്ഥാ ഉച്ചകോടിയിലെ മുഖ്യ ചർച്ചാ വിഷയം. ലോകരാജ്യങ്ങൾ ഹരിതഗൃഹവാതകങ്ങൾ പുറന്തള്ളുന്നതിൽ വരുത്തുന്ന നിയന്ത്രണങ്ങൾ വിശദീകരിച്ചുകൊണ്ടുള്ള ലക്ഷ്യപദ്ധതികൾ UN സമിതിക്ക് മുന്നിൽ സമർപ്പിച്ചിട്ടുണ്ട്. 2030 അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളുന്ന കാർബൺ ഡയോക്സൈഡിന്റെ അളവിൽ 2005 നിലയിൽ നിന്ന് 33 മുതൽ 35% വരെ കുറവ് വരുത്തുമെന്നതാണ് ഇന്ത്യയുടെ ലക്ഷ്യപദ്ധതി. എന്നാൽ അന്തരീക്ഷത്തിലേക്ക് ഏറ്റവുമധികം ഹരിതഗൃഹവാതകങ്ങൾ പുറന്തള്ളുന്ന അമേരിക്ക ഉൾപ്പെടെയുള്ള വികസിത രാജ്യങ്ങളുടെ ലക്ഷ്യപദ്ധതികൾ ദുർബലമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അമേരിക്കൻ പ്രസിഡന്റ് ബരാക് ഒബാമ, റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ തുടങ്ങിയ പ്രമുഖരായ ലോക നേതാക്കളെല്ലാം ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ആഗോളതാപനം നിയന്ത്രിക്കുന്നതിൽ നിർണായകമാകുമായിരുന്ന 1997 ക്യോട്ടോ ഉടമ്പടി അട്ടിമറിച്ച വികസിത രാജ്യങ്ങൾ നിലപാട് മാറ്റിയില്ലെങ്കിൽ ഇത്തവണത്തെ പാരീസ് ഉച്ചകോടിയിൽ നിന്നും കാര്യമായി ഒന്നും നമുക്ക് പ്രതീക്ഷിക്കാനാവില്ല. ഇന്ത്യ അടക്കമുള്ള വികസ്വര രാജ്യങ്ങളെ സമ്മർദ്ദത്തിലാക്കി ലക്ഷ്യം കാണാനുള്ള തീവ്ര പരിശ്രമവും വികസിത രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നുമുണ്ടാവും. പീപ്പിൾ TVക്ക് വേണ്ടി K രാജേന്ദ്രൻ. മലപ്പുറം നിലമ്പൂരിൽ 7 വയസ്സുകാരിക്ക് ക്രൂരപീഡനം. വളർത്തമ്മ കുഞ്ഞിന്റെ മലദ്വാരത്തിൽ മുറിവേൽപ്പിക്കുകയും കുടൽ മുറിച്ച് പുറത്തിടുകയും ചെയ്തതായി പരാതി. അമരമ്പലം പുതുവൻ പറമ്പിൽ മുജീബിന്റെ മകൾ മിർഷയ്ക്കാണ് ഈ ദുരവസ്ഥ. വളർത്തമ്മയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. നിലമ്പൂർ അമരമ്പലം സ്വദേശികളായ വെള്ളമുണ്ടയിൽ സജിനയുടെയും പുതുവൻ പറമ്പിൽ മുജീബിന്റെയും മകളാണ് മിർഷ. 4 വർഷം മുമ്പ് മുജീബുമായി വേർപിരിഞ്ഞ സജിന വേറെ വിവാഹം കഴിച്ചുപോയി. പിന്നെ മുജീബിന്റെ ആദ്യ ഭാര്യ സെറീനയുടെ സംരക്ഷണയിലായിരുന്നു മിർഷ. ഇവിടെ നിന്നാണ് പീഡനമേറ്റത്. 2 മാസം മുമ്പ് സജിനയുടെ സഹോദരി സാജിദയുടെ വീട്ടിലേക്ക് മിർഷയെ കൊണ്ടുവന്നപ്പോഴാണ് മലവിസർജനം നടത്താൻ കഴിയുന്നില്ലെന്ന് മനസ്സിലായത്. കമ്പ് ഉപയോഗിച്ച് മലദ്വാരത്തിൽ മുറിവേൽപ്പിച്ചിട്ടുണ്ട്. കുടൽ മുറിച്ച് വയറിലൂടെ പുറത്തേക്ക് വെച്ചിരിക്കുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച കുഞ്ഞിനെ കഴിഞ്ഞയാഴ്ചയാണ് വീട്ടിലേക്ക് കൊണ്ടുവന്നത്. ശസ്ത്രക്രിയ നടത്തി പൂർവ്വസ്ഥിതിയിലാവാനുള്ള ആരോഗ്യനിലയിലല്ല ഇപ്പോൾ ഈ 7 വയസ്സുകാരി. അടിയന്തര ചികിത്സ കാത്തിരിക്കുകയാണ് മിർഷ ഇപ്പോൾ. ന്യൂസ് ബ്യൂറോ, മലപ്പുറം.